ഈവനിങ് വ്ളോഗാണ്. കുറച്ച് ഗസ്റ്റ് ഉണ്ട്. നമുക്ക് ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റൂല, നമ്മളെ വീട്ടുകാർ തന്നെയാണ്. വേറെ ആരുമല്ല, ഹസ്ബൻഡിന്റെ ഉമ്മയും പെങ്ങളും കുട്ടികളൊക്കെയാണ് കേട്ടോ. അതായത് എൻ്റെ അമ്മായിമ്മയും നാത്തൂനും പിള്ളേരും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമ്മായിമ്മ നാത്തൂൻ എന്നൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മൾ അങ്ങനത്തെ വാക്കൊന്നും യൂസ് ചെയ്യലില്ല. വീഡിയോ എടുക്കുമ്പോൾ അന്തവും കുന്തും ഇല്ലാതെ പറയാൻ പറ്റൂലല്ലോ. അപ്പം ആര് എവിടെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരണല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ നാത്തൂന് അമ്മായിമ്മ എന്നൊക്കെ പ്രത്യേകം എടുത്ത് പറയണത്. എനിവേ ഓലൊക്കെ വന്ന സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം ഒരല്പം സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ച് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മാംഗോ സാഗോ ആണ് നമ്മൾ സെറ്റാക്കിയത്. അപ്പോൾ അതിനുള്ള മാങ്ങൊക്കെ കഴുകി സെറ്റാക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇതാ ഇവിടെ നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ, സാബോനരി, അത് വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാംഗോ സാഗൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം ട്രൈ ആക്കണത്. കുഴപ്പമൊന്നുമില്ല, സംഭവം സെറ്റാണ്. ഇഷ്ടാവുന്നവർക്ക് ഇഷ്ടാകും. ലൈക്ക് നമ്മുടെ മാങ്ങ ജ്യൂസൊക്കെ ചവ്വരിട്ട എങ്ങനെയുണ്ട് അത്രയേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ ഓവർ ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫാദറിലോക്ക് ഉള്ളതാണ് കൊടുക്കുന്നത്. ആൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കുള്ളത് ആദ്യം അങ്ങോട്ട് കൊടുത്തതിന് ശേഷം നമുക്കുള്ളതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി. മാംഗോ സാഗോ വലിയ ഹൈപ്പൊന്നും കൊടുക്കാനില്ല. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടാകും. മേ ബി അതും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ ഹൈപ്പ് കൊടുക്കുക അല്ലേ. നമ്മൾ പറ്റ വാട്ടർ ആക്കിയിട്ടല്ല ഉണ്ടാക്കിയത്, കുറച്ച് കുറുക്കിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. എന്നാൽ അങ്ങനെ പുഡിങ്ങിൻ്റെ ഒരു പരുവത്തിലായിട്ടില്ല. ഈ ഒരു സ്പൂൺ വെച്ചിട്ട് കൊരി കഴിക്കണ ആ ഒരു പാകത്തിലാണ് ഉണ്ടാക്കിയത്. ബിരിയാണി ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതായത് ഈ വെറുംചോറും കറികളും കൂട്ടാൻ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ടാക്കാനാണ് കുറേ സമയം പിടിക്കുക. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ട് പരിപാടി. അങ്ങനെ നേരത്തെ കാലത്ത് ഒരുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, ഒക്കെ അപ്പപ്പോൾ അങ്ങോട്ട് റെഡിയാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കനൊക്കെ കഴുകി അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. ഫ്രൈ മീൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. ചിക്കനൊക്കെ മസാല പുരട്ടി എയർ ഫ്രൈയറിലോട്ട് അങ്ങോട്ട് ആക്കി കൊടുത്താൽ അത് അവിടെ കിടന്നിട്ട് അങ്ങനെ ആയിക്കോളും, ഫ്രൈ ആയിക്കോളും. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസ് ഇവിടെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചോറുണ്ടാക്കണത്. ആ ഒരൊറ്റ കുക്കറിൽ തന്നെ തികയൂല, അപ്പോൾ 2 ട്രിപ്പ് ആക്കിയിട്ട് വെക്കണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ട്രിപ്പ് വെച്ചു, പിന്നെ അതൊക്കെ സെറ്റായതിന് ശേഷമാണ് നെക്സ്റ്റ് ട്രിപ്പ് വെക്കാൻ പോണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനമാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉള്ളി അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യുവാണേ. അപ്പോൾ നാത്തൂൻ അവിടെ ഇരുന്നിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്കി തരുന്നുണ്ട്. ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ അതൊക്കെ കട്ട് ചെയ്യണുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ തോരാണ്ട് സംസാരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളുണ്ടാവും പറയാൻ, പറഞ്ഞാൽ തീരൂല. അതായത് നമുക്കൊരു കംഫർട്ട് സോൺ എന്ന് തോന്നുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഓവറായിട്ട് സംസാരിക്കുമല്ലോ. എൻ്റെ നാത്തൂനാണെങ്കിലും ഇളച്ചിയാണെങ്കിലും ശരി, നമ്മൾ കുറച്ച് എന്താ പറയുക, ഫ്രണ്ട്സുകളെ പോലെയാണ്. അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ കണ്ടാൽ കുറേ നേരം സംസാരിക്കാനുണ്ടാവും. ഇനി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലിലോട്ട് വരാം. മാംഗോ സാഗോ ഓൾറെഡി നമ്മൾ കഴിച്ച് വയറ്റിലാക്കിയല്ലോ. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, മീൻസ് നമ്മൾ വൈറലാക്കാൻ പോകുന്നത് വൈറലായിട്ടുള്ള ബിരിയാണിയാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ബിരിയാണി നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു വലിയ പെരുന്നാൾക്ക്. അപ്പോൾ സംഭവം സെറ്റ് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് പറഞ്ഞത്, ഇനി ഉമ്മും കുട്ടികളും വരുമ്പോൾ, അതായത് എൻ്റെ നാത്തൂനും പിള്ളേരും വരുമ്പോൾ നമുക്ക് ഒരു ദിവസം ഓൽക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. പെരുന്നാൾക്കും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഒന്നും ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ഇത്തവണ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ തൽക്കാല നേരം വെച്ചിട്ടാണ് ഫുഡ് സെറ്റാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. അതായത് നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കും. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ചിക്കനും തന്നെ എയർ ഫ്രയറിൽ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പായി. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ട്രിപ്പൊക്കെ സെറ്റാക്കി കൊണ്ടുവയ്ക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ചോറിൻ്റെ കാര്യം. ഫസ്റ്റ് ട്രിപ്പായി, ഇനി സെക്കൻഡ് ട്രിപ്പ് ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ കുറച്ച് പുളിഞ്ചിയും ഉണ്ടാക്കുന്നുണ്ട്. അതായത് എൻ്റെ മദറിലോക്ക് ചിക്കൻ അത്ര വലിയ ഇഷ്ടമല്ല. പുളിഞ്ചി ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമ്മൾ പുളിയുണ്ട്, ഇവിടെ ശർക്കരയുണ്ട്, എന്നാൽ പിന്നെ സീനൊന്നുമില്ല, ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കുകയാണ്. നല്ല പഴുത്ത ചക്ക ഉണ്ട് കേട്ടോ, അതും കൊണ്ടായിരുന്നു ഓല് വന്നതിൻ്റെത്. ഇങ്ങനെ ഇരിഞ്ഞ് സെറ്റാക്കിയിട്ടായിരുന്നു കൊടുന്നത് തന്നെ. സോ അതൊക്കെ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുട്ടികളും നമ്മളും ഒക്കെ ഇരുന്ന് അതും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കഴിക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരുപാട് മസാലയൊന്നും വഴറ്റി ഇങ്ങനെ ഉണ്ടാക്കി ഇടങ്ങാറാവേണ്ട ആവശ്യം വരുന്നില്ല. ആകെയുള്ളൊരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു സവാള പൊരിക്കുക
എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ബാക്കിയുള്ള മസാലയും കൂടെ അങ്ങോട്ട് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആവണ നേരം കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ടുള്ള ഒരു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കണ്ട, ഞാനിത് എപ്പോഴും ഇങ്ങനെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്തോളി. വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിന് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്താണെങ്കിലും അതും കൂടെ നമ്മൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ബോക്സ് വഴി അതും കൂടെ എന്നെ അറിയിക്കുക. അതിന് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവ് ആണെങ്കിലും ശരി പോസിറ്റീവ് ആണെങ്കിലും ശരി, ഇനി എന്തായാലും എന്നെ സുഖിപ്പിക്കുകയാണെങ്കിലും എനിക്ക് സീനൊന്നുമില്ല, ഞങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്തോളി. അങ്ങനെ തന്നെ നമ്മുടെ ബിരിയാണിക്കുള്ള മസാലയ്ക്ക് അവിടെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയർ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സാക്കി. വേറെ മസാല പൗഡറുകളൊന്നും പിന്നെ അങ്ങനെ കാര്യമായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ മറന്നു പോവുകയാണ്. അതായത് തൊട്ടപ്പുറത്ത് തന്നെ അവിടെ താത്ത നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളോട് ഇങ്ങനെ വർത്താനം പറയണതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ഇടാത്തത് എന്നൊന്നും ഓർമ്മ കിട്ടണില്ല. അപ്പോൾ കുറേ ഞാൻ വിചാരിച്ച് വൈറലായ ബിരിയാണി ഞാൻ ട്രൈ ആക്കിയിട്ട് എയറിലാവോ എന്ന് വരെ പേടിച്ചു പോയി. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രയ്ക്ക് എക്സ്പേർട്ട് ആണെങ്കിലും നമുക്ക് മാത്രം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ പേടിയും ബേജാറൊന്നും ഉണ്ടാവില്ല. നമ്മളെ കൂടാണ്ട് ഇന്നിപ്പം ഇവരൊക്കെ ഇല്ലേ, അപ്പോൾ എന്താവും ഇതിൻ്റെ അവസ്ഥ, നന്നാവോ നന്നാവാതെ നിൽക്കോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു അതും ഉണ്ടായിരുന്നേ. ഞാൻ പേടിച്ച പോലെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. സംഭവം സെറ്റ് ചെയ്യുന്നു, നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തു, റൈസും ആഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ അതിൻ്റെ മേലുള്ള കുറച്ച് എന്താ പറയുക അലങ്കാരപ്പണികളുണ്ട്, അതും കൂടെ അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തു. ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും ഇനിയിപ്പോൾ ഒരു ഉപ്പേരി ആണെങ്കിൽ പോലും എനിക്കിങ്ങനെ നല്ല കളർഫുള്ളായിട്ട് കിടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് കൊടുക്കും. ഞാനവിടെ ഫുഡ് സെറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് എന്നെ ഇവിടെ ഒരാൾ നല്ല തകൃതിയായിട്ടുള്ള പാത്രം കഴുകലാണ്. പുളിഞ്ചി ഇതാ അവിടെ നല്ല സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു പാകമാവണം, അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ. ഇത്തവണ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയും ഷൂട്ട് ചെയ്തിട്ടില്ല. എല്ലാ പ്രാവശ്യവും തന്നെ ആകുമ്പോൾ നിങ്ങൾക്കും എന്തായാലും ചടക്കും ഉറപ്പാണ്. കാരണം നമ്മളെപ്പോൾ ഗൾഫിക്ക് ഫുഡ് കൊടുത്തേക്കണേ, അതായത് എൻ്റെ അനിയനായാലും ശരി ഇളച്ചനായാലും ശരി, ആ വീഡിയോയിലൊക്കെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഈ പുളിഞ്ചി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് അതിൻ്റെ റെസിപ്പിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. കൂടുതലായിട്ട് അങ്ങനെ എല്ലാം വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ രാത്രിക്കായി നമ്മൾ ഫുഡൊക്കെ ദമ്മ് പൊട്ടിക്കുക എന്ന് തന്നെയല്ല പറയാം, അതന്നെ, അതൊക്കെ പൊട്ടിച്ചിട്ട് ഫുഡൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. മസാല വേറെയും റൈസ് വേറെയും ആക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഐബുകുട്ടന് കൊടുക്കണം. ആളവിടെ കട്ട വെയിറ്റിങ്ങിലാണ് ഫുഡിന് വേണ്ടിയിട്ട്. അവന് എല്ലാവരും കൂടെ കണ്ടിട്ട് ഉച്ചൻ്റെ ശേഷം വൈകുന്നേരം ഒരു ഉറക്കമുണ്ട് കേട്ടോ. ആ ഉറക്കമൊന്നും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല കളിയിലേന ആൾ. അപ്പോൾ ആൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട് കളിച്ച്. അപ്പോൾ ഓനുള്ള ഫുഡ് കൊടുക്കൽ ആദ്യം അങ്ങോട്ട് തീരുമാനമാക്കാമെന്ന് വിചാരിച്ച്, എന്നിട്ട് വേണം നമ്മുടെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെയിം ഡേ അവരെല്ലാവരും ഇവിടെ സ്റ്റേ ആക്കിയിരുന്നു കേട്ടോ. നമ്മൾ അതിന് തന്നെയാണ് ഓലെ വിളിച്ച് വരുത്തിയതും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരവും പോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓലെ വിളിച്ചിട്ട് കുറച്ചായി കേട്ടോ. എനിവേ ഫുഡൊക്കെ വിളമ്പിയ സ്ഥിതിക്ക് ഐബുട്ടനുള്ളത് അങ്ങോട്ട് വാരി കൊടുക്കട്ടെ. ഇങ്ങോട്ട് ആദ്യം ചൂച്ച് പറയും. സൂപ്പർ ലച്ചു പറയുന്നത് സൂപ്പർ. പല ഘട്ടങ്ങളിലായിട്ടാണ് ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഫാദറിലോക്കും അതേപോലെ തന്നെ നാത്തൂൻ്റെ ചെറുക്കനുള്ളതാണ്. ഫുഡൊക്കെ കഴിച്ച് ആൾ പോയതിന് ശേഷമാണ് പിന്നെ നമ്മളിരുന്ന് ഫുഡ് കഴിച്ചത്. ഇപ്പാനെ പിന്നെ എത്ര നിർബന്ധിച്ചാലും ഇവിടെ നിൽക്കൂല കേട്ടോ. ആൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ആളുടെ വീടും ആ റൂമും തന്നെ കിട്ടണം. വൈറൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് എയറിലാവോ എന്നുള്ള പേടിയിലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. അൽഹംദുലില്ലാ സംഭവം സെറ്റ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.